السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സൂറത്തുൽ അംബിയ 48. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين. الذين يخشون ربهم بالغيب وهم من الساعة مشفقون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. കഴിഞ്ഞ ആയത്തുകളിൽ നബിയോട് അല്ലാഹു തആല പറയാൻ പറഞ്ഞു, ഇന്നമാ ഉൻദിർക്കും ബിൽ വഹയി, ഞാൻ നിങ്ങൾ താക്കീത് ചെയ്യുന്നത് വഹയു പ്രകാരം മാത്രമാണ്. പക്ഷേ ബദരീനായ ഒരാളെ വിളി കേൾപ്പിക്കാൻ ഏതെന്നാലും കഴിയുകയില്ല, അവർ കേൾക്കുകയില്ല. എന്നതുപോലെ ഈ ഹക്ക് കേൾക്കാൻ കാതില്ലാത്ത ആളുകൾ അവരേതായിരുന്നാലും ഈ വിളി കേൾക്കുകയില്ല എന്ന് പറയാൻ പറഞ്ഞു. അത് ഖിയാമത്തിൽ പടച്ച റബ്ബിന്റെ അദാബ് നയിക്കുന്നവരെ കാണുമ്പോൾ അവർക്കത് ബോധ്യമാകും. അവിടെ എല്ലാം കൃത്യമായി തൂക്കിക്കണക്കാക്കുന്ന മീസാനുണ്ട്. അന്ന് ദുൽമില്ല. ഒരു കടുകുമണിയോളം ചെയ്താലും അതവിടെ കൊണ്ടുവരും. എല്ലാവരെയും ഹിസാബ് നടത്താൻ പടച്ച റബ്ബ് തന്നെ മതിയായവനാകുന്നു എന്ന് പറഞ്ഞു. ഇനി സമാനമായി അല്ലാഹു തആല കഴിഞ്ഞ കാല അമ്പിയാക്കന്മാർക്കും ഇതേ വഹി നൽകിയതും അന്നും ഇതേ പ്രതികരണമുണ്ടായതും ഇന്ന് മക്കയിൽ എന്താണോ നബിതങ്ങൾ നേരിടുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും സമാനമായി ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുവാനായി ഇനി കുറച്ച് പ്രവാചകന്മാരെ, മൂസാ നബി, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ നൂഹ് നബി സ്വല്ലം, ദാവൂദ് നബി, സുലൈമാൻ നബി തുടങ്ങി കുറച്ച് പ്രവാചകന്മാരുടെ ചില ചരിത്രങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അല്ലാഹു തആല പ്രതിപാദിച്ചു പോവുകയാണ് ഇനി ഇവിടെ അങ്ങോട്ട് ചെയ്യുന്നത്. സൂറത്തുൽ അംബിയ എന്നാണ് പേര്. അമ്പിയാക്കന്മാരെ പറ്റിയുള്ള സൂറത്താണ്. ആ നിലക്ക് ചില പ്രവാചകന്മാരുടെ ജീവിതത്തിലെ ചില ഏടുകളെ അല്ലാഹു തആല എടുത്തു പറയുകയാണ്. അതൊക്കെ നബിയുടെ ഈ ദഅവത്തുമായി സാമ്യതയുണ്ട്. നബി ഞങ്ങൾ ഇപ്പോൾ നടത്തുന്ന ദഅവത്ത് അവർ നടത്തിയ അതേ ആശയം തന്നെയാണ്. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും എന്താണോ പ്രബോധനം ചെയ്തത് അത് തന്നെയാണ് മുഹമ്മദ് നബിയും പ്രബോധനം ചെയ്തത്. ശരീഅത്ത് നിയമങ്ങളിൽ മാത്രമാണ് ചിലയിടങ്ങളിൽ വ്യത്യാസമുണ്ടാവുക. അടിസ്ഥാനപരമായി എല്ലാം ഒന്നാണ്. ഹദീസിൽ കാണാം, അൽ അംബിയാഉ അബ്നാഉൽ ലിഅല്ലാത്തിൻ. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വ്യത്യസ്ത ഭാര്യമാരുണ്ടായ മക്കളെ പോലെയാണെന്നാണ്. അവരുടെ പിതാവ് ഒന്നാണ്. ഉമ്മഹാത്തുഹും ശത്താ. എന്നവിടെ ഉമ്മമാർ വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് വ്യത്യസ്ത ഭാര്യമാരെ മക്കളുണ്ടായാൽ ആ മക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും വാപ്പൊന്നാണ്, പക്ഷെ ഉമ്മമാർ വ്യത്യാസമാണ്. എന്നതുപോലെയാണ് അമ്പിയാക്കൾ. അടിസ്ഥാന ആശയം എല്ലാവർക്കും ഒന്നാണ്.
തൗഹീദ് ഒന്നാണ്, വിശ്വാസ കാര്യങ്ങളൊന്നാണ്, ഈമാൻ കാര്യം മാറും, അതിന് മാറ്റമില്ല. ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളൊന്നും മാറ്റമില്ല. എന്നാൽ മറ്റു ചില ശരീഅത്ത് നിയമങ്ങൾ, ഹറാം ഹലാലുകൾ, വിധി വിലക്കുകൾ, അതിലൊക്കെയാണ് അമ്പിയാക്കന്മാർക്കിടയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഒരു കാലത്ത് ഹറാമായത് മറ്റു നബിയുടെ കാലത്ത് ഹലാലായി മാറും, അന്ന് ഹലാലായത് മറ്റു നബിയുടെ കാലത്ത് ഹറാമായി മാറും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. അടിസ്ഥാന കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. ഇബാദാത്തിന്റെ ചില വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാവാം. നിസ്കാരം എല്ലാവർക്കും ഉണ്ട്, നോമ്പ് എല്ലാവർക്കും ഉണ്ട്, സക്കാത്ത് എല്ലാവർക്കും ഉണ്ട്, ഹജ്ജ് ഇബ്രാഹിമിക്ക് ശേഷം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിന്റെ വിശദാംശങ്ങളിലൊക്കെ ഒരു പക്ഷേ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അസ്ലിയായി എല്ലാം ഒന്നാണ്. അപ്പൊ നബിയോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നത്, നബി ഇത് നിങ്ങൾ മാത്രം പറയുന്നതല്ല, ഇത് പഴയ കാലം മുതലേ ഇങ്ങനെ തന്നെയാണ്. താങ്കൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെ ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഇതേ എതിർപ്പും ഇതേ പ്രതികരണവും ആ സമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് അല്ലാഹു തആല ഈ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നത്. ആദ്യമായി മൂസാ നബിയാണ് പറഞ്ഞത്. അല്ലാഹു തആല ഏറ്റവും അധികം മുഹമ്മദ് നബിയുടെ ദഅവത്തുമായി താരതമ്യം ചെയ്ത് പറയുന്നത് മൂസാ നബിയുടെ കാര്യമാണ്. സമാനമായ അനുഭവം ഉണ്ടായവരാണ് അദ്ദേഹം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ത്യാഗം സഹിച്ച രംഗത്ത് ആ നിലക്ക് മൂസാ നബിയുടെ ചരിത്രമാണ് ഏറ്റവും അധികം അല്ലാഹു തആല നബിയുടെ ചരിത്രവുമായി എടുത്തു പറയുക. മറ്റൊന്ന് ഇബ്രാഹിം നബിയുടെയും. അത് രണ്ടുമാണ് ഏറ്റവും അധികം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയാറുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, കസീറൻ മാ യഖരിനു ബൈന ദിക്രി മൂസ വ മുഹമ്മദിൻ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹിമാ വ ബൈന കിതാബൈഹിമാ. ധാരാളമാണ് അല്ലാഹു തആല മൂസാ നബിയെയും മുഹമ്മദ് നബിയെയും താരതമ്യം ചെയ്യലും ഖുർആനും തൗറാത്തും താരതമ്യം ചെയ്യലും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അടുത്ത ആയത്ത് എന്ത്, വലഖദ് ആതൈനാ മൂസ വഹാറൂന ഫുർഖാന വളിയാഅൻ വദിക്റൻ ലിൽ മുത്തഖീൻ. വലഖദ് ആതൈനാ, തീർച്ചയായും നാം നൽകിയിട്ടുണ്ട് മൂസ അലൈഹി സ്വലാമുക്ക് നാം നൽകിയിട്ടുണ്ട്, വഹാറൂന, ഹാറൂനിനും, അൽ ഫുർഖാന, സത്യാസത്യം വിവേചിക്കുന്ന ഗ്രന്ഥം അവർക്ക് നാം നൽകിയിട്ടുണ്ട്. അഥവാ തൗറാത്തിനെ പറ്റിയാണ് ഇവിടെ ഫുർഖാൻ എന്ന് പറഞ്ഞത്. ലോകത്ത് അല്ലാഹു തആല ഇറക്കിയ എല്ലാ കിതാബും ഫുർഖാനാണ്, എല്ലാ കിതാബും ലിയാ ആണ്, എല്ലാ കിതാബും നൂറാണ്, എല്ലാ കിതാബിലും ഈ പറയപ്പെട്ട വിശേഷങ്ങളൊക്കെ അതിലും ബാധകമാണ്. വിശുദ്ധ ഖുർആൻ ഏത് ലക്ഷ്യത്തിൽ അവതരിച്ചുവോ അതേ ലക്ഷ്യത്തിലാണ് അല്ലാഹു തആല തൗറാത്ത് ഇറക്കിയത്, അതേ ലക്ഷ്യത്തിലാണ് അല്ലാഹു തആല ഇഞ്ചീലും സബൂറും എല്ലാം ഇറക്കിയത്. അവിടെ അതെല്ലാം ഫുർഖാനാണ്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പ്രയോഗിച്ചത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഹാറൂൻ നബി സ്വലാത്തു വസ്സലാമക്കും എല്ലാം നാം നൽകിയിട്ടുണ്ട്. എന്ന് നൽകിയിട്ടുണ്ട്? അൽ ഫുർഖാന, സത്യാസത്യ വിവേചനം നാം നൽകിയിട്ടുണ്ട്, അഥവാ തൗറാത്ത്. ഫറഖല്ലാഹു ബൈന ഹഖി വൽ ബാത്തിലി എന്നാണ്. ഹഖിനും ബാത്തിലിനും ഇടയിൽ അല്ലാഹു തആല വേർതിരിച്ച ഗ്രന്ഥമാണ്, ആ ഉമ്മത്തിലേക്ക് കൊടുത്തതാണ് തൗറാത്ത്. മാത്രവുമല്ല ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതെല്ലാം ചേർത്തുകൊണ്ട് പറയാണ്, അന്നൽ കുതുബസ് സമാവിയ്യ, ദൈവികമായ മുഴുവൻ ഗ്രന്ഥങ്ങളും തസ്തമിഉ അല തഫ്രീഖതി ബൈനൽ ഹഖ് വൽ ബാത്തിലി വൽ ഹുദാ വൽ ളലാലി വൽ ഗയ്യി വൽ റശാദി വൽ ഹലാലി വൽ ഹറാം. ദൈവികമായി ഇറങ്ങിയ വാനലോകത്ത് നിറങ്ങിയ മുഴുവൻ ഗ്രന്ഥങ്ങളും ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന കിതാബാണ്. ഹുദയും വലാലത്തും വേർതിരിക്കുന്നതാണ്, നിർമാർഗവും ദുർമാർഗവും വേർതിരിക്കുന്നതാണ്, ഹലാലും ഹറാമും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. വഅലമാ യുഹസ്സി നൂറൻ ഫിൽ ഖുലൂബി വഹിദായതൻ വഖൗഫൻ വഇനാബതൻ വഖശ്യതൻ. ആളുകളെ കൽബിന് വെളിച്ചം നൽകുന്ന കാര്യം, ഹിദായത്ത് നൽകുന്ന കാര്യം, ഭയഭക്തി ഉണ്ടാക്കുന്ന കാര്യം എന്താണോ അതെല്ലാം ദൈവികമായ എല്ലാ കിതാബിലും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഖുർആനിൽ മാത്രമല്ല, ആ നിലയ്ക്ക് തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ ഫുർഖാനാണ്. എല്ലാം ളിയാ ആണ്, എല്ലാം ദിക്റയാണ്, എല്ലാം നൂറാണ്, ഇദത്താണ്, ഉപദേശമാണ്, മൗഇദത്താണ് എന്നൊക്കെ പറയാം. വലഖദ് ആതൈനാ, തീർച്ചയായും നാം നൽകി മൂസ വ ഹാറൂൻ അൽ ഫുർഖാൻ, മൂസാക്കും ഹാറൂനിനും അലൈഹിമസ്സലാം അൽ ഫുർഖാന, ഫുർഖാൻ നാം നൽകി, വളിയാഅൻ വദിക്റൻ, പ്രകാശമായും ഉത്ബോധനമായും നാം നൽകിയിരിക്കുന്നു, ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്, റബ്ബിനെ പേടിക്കുന്ന ആളുകൾക്ക് അതിൽ ഫുർഖാനുണ്ട്, അവർക്കതിൽ വെളിച്ചമുണ്ട്, അവർക്കതിൽ ഉപദേശമുണ്ട്, ഉത്ബോധനമുണ്ട്. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്,
അല്ലദീന ഒരു കൂട്ടരാണ് അവർ യഖ്ശൗന അവർ ഭയപ്പെടുന്നു ഖശിയ യഖ്ശ ഖശിയ ഭയപ്പെട്ടു യഖ്ശ യഖ്ശൗന അവർ ഭയപ്പെടുന്നു റബ്ബഹും അവർ റബ്ബിനെ അവർ ഭയപ്പെടുന്നു ബിൽ ഗൈബി ഗൈബായ നിലക്ക് അദൃശ്യമായ നിലക്ക് അവർ റബ്ബിനെ പേടിക്കുന്നു. അല്ലാഹു കണ്ടിട്ടില്ല, പടച്ച റബ്ബിനെ കണ്ടിട്ടില്ല. ദൃഷ്ടാന്തങ്ങളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ റബ്ബിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് അവർ പടച്ച റബ്ബിനെ വിശ്വസിക്കുന്നത്. ആ നിലക്ക് ഗൈബായ നിലക്ക് റബ്ബിനെ പേടിക്കുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ. വഹും മിനസ്സാഅതി മുഷ്ഫിഖൂൻ. മാത്രവുമല്ല വഹും അവർ മിനസ്സാഅതി അന്ത്യനാളിന്റെ കാര്യത്തിൽ മുഷ്ഫിഖൂൻ ഭയമുള്ളവരുമാകുന്നു. ഷഫഖ അഷ്ഫഖ ഭയപ്പെട്ടു, ഖാഫ എന്നർത്ഥം. മുഷ്ഫിഖൂന ഖായിഫൂന ഭയപ്പെടുന്നവർ. പരലോകത്തിന്റെ കാര്യത്തിൽ അന്ത്യനാളിന്റെ കാര്യത്തിൽ അവർക്ക് ഭയമുണ്ട് താനും. റബ്ബിനെ വിശ്വാസമുള്ള പരലോക ബോധമുള്ളവരാണ് മുത്തഖീങ്ങൾ. ആ മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല ഹുദയായി, നൂറായി, ളിയാആയി, ഫുർഖാനായി റബ്ബ് അവതരിപ്പിച്ചതാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഹാറൂൻ നബിക്കുമുള്ള വേദഗ്രന്ഥം എന്നർത്ഥം. സമാനമായ പല ആയത്തും ഖുർആനിൽ കാണാം. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. സൂറത്തുൽ ഖാഫിലുള്ള പറഞ്ഞു റബ്ബിന്റെ പക്കൽ വരുന്ന ആളുകൾ എങ്ങനെ? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് ഗൈബായ നിലക്ക് റബ്ബിനെ പേടിക്കുന്നവർ. വജാഅ ബിഖൽബിൻ മുനീബ് ഭക്തിയുള്ള ഹൃദയവുമായി മനസ്സുമായി വരുന്നവർ എന്ന് പറഞ്ഞു. സൂറത്തുൽ മുൽക്കിലും ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഗൈബായ നിലക്ക് റബ്ബിനെ പേടിക്കുന്ന ആളുകൾ അവർക്ക് മഗ്ഫിറത്തുണ്ട്, വഅജ്റുൻ കബീർ വമ്പിച്ച പ്രതിഫലവും അവർക്കുണ്ട് എന്നല്ലാഹു പറഞ്ഞു. വഹാദാ ദിക്റുൻ മുബാറകുൻ അൻസൽനാഹു. അവിടെ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നൽകി. വഹാദ ഇതാവട്ടെ ദിക്റുൻ ഇതൊരു ഉത്ബോധനമാണ്, മുബാറക്കുൻ ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ, അൻസൽനാഹു നാം അവതരിപ്പിച്ച. തൗറാത്ത് നാം ഇറക്കി, അതിൽ ഹുദയുണ്ട്, ളിയാ ഉണ്ട്, ദിക്റുണ്ട്. എങ്കിലിതാ ഇതും നാം ഇറക്കിയതാണ്. ആ തൗറാത്ത് ഇറക്കി അതേ പഠിച്ചോൻ തന്നെയാണ് ഇതും ഇറക്കിയിരിക്കുന്നത്. ഇതും ദിക്റാണ്, മുബാറക്കാണ്. വഹാദ ഇത് അഥവാ ഖുർആൻ ദിക്റും മുബാറക്കുൻ മുബാറക്കായ ഉത്ബോധനമാകുന്നു, അനുഗ്രഹീതമായ ഉത്ബോധനമാകുന്നു, ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു ഉത്ബോധന ഗ്രന്ഥമാകുന്നു ഈ ഖുർആൻ. അൻസൽനാഹു നാം അതിനെ ഇറക്കിയിരിക്കുന്നു. അഫ അൻതും ലഹു മുൻകിറൂൻ. അഫ അൻതും എന്നിരിക്കെ നിങ്ങളാണോ ലഹു അതിനെ മുൻകിറൂൻ നിഷേധിക്കുന്നവരാണോ? ആ തൗറാത്ത് അല്ലാഹ് ഇറക്കി. തൗറാത്തിന്റെ ആശയം എന്താണോ അതേ അടിസ്ഥാന ആശയവുമായി നാം ഇറക്കിയ മറ്റൊരു ഉത്ബോധന ഗ്രന്ഥമാണ് ഈ ഖുർആൻ. എന്നിരിക്കെ നിങ്ങളത് നിഷേധിക്കുകയാണോ? അഫ അൻതും ലഹു മുൻകിറൂൻ. അഫ അൻതും എന്നിട്ടും നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണോ? ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. ആ തൗറാത്ത് നിങ്ങൾക്ക് അറിയാം. ആ തൗറാത്ത് ഇറക്കി അതേ പഠിച്ചോന് അതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഖുർആൻ ഇറക്കിയത്. എന്നിരിക്കെ നിങ്ങൾ ഇതെങ്ങനെയാണ് നിഷേധിക്കുക? നിങ്ങൾ അംഗീകരിക്കേണ്ടതാകുന്നു എന്ന് അല്ലാഹു തആല സ്ഥാപിക്കുകയാണ് ഇവിടെ. ഈ അടുത്തായത്ത് മുതൽ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് കുറച്ചധികം വചനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. 72 വരെയുള്ള ആയത്തുകൾ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനുശേഷം പിന്നെ ലൂത്ത് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി, സുലൈമാൻ നബി തുടങ്ങി ഇസ്മായിൽ, ഇദ്രീസ് അടക്കമുള്ള പ്രവാചകന്മാരെ കുറിച്ചൊക്കെ അല്ലാഹു തആല പറയുന്നു. സക്കറിയ നബിയെ പറയുന്നു, യഹ്യാ നബിയെ പറയുന്നു. അതിനിടയിൽ മറിയം ബീവിയെ പ്രത്യേകമായി എടുത്തു സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ശേഷമുള്ള ആയത്തിൽ അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ അവസാനം വീണ്ടും നബിയോട് ചില പൊതുവായ ഉപദേശങ്ങൾ നൽകി ഈ ഉമ്മത്തിനോടും ഈ സമൂഹത്തോടും ചില ഉത്ബോധനങ്ങൾ നടത്തി സൂറത്ത് അവസാനിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകൾ നമുക്ക് പൂർത്തീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇപ്പം മൊത്തം അർത്ഥം പറഞ്ഞത് വലഖദ് ആതൈനാ മൂസാ വഹാറൂന ഫുർഖാൻ. തീർച്ചയായും മൂസാക്കും ഹാറൂനിനും അലൈഹിമസ്സലാം നാം സത്യാസത്യ വിവേചനം നൽകിയിരിക്കുന്നു. മുത്തഖീങ്ങൾക്കൊരു ഉത്ബോധനവും പ്രകാശവുമായി കൊണ്ട് നാം ഇറക്കിയിട്ടുണ്ട്. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി അഥവാ അദൃശ്യമായ വഴിയിൽ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരായ മുത്തഖീങ്ങൾക്ക്. വഹും മിനസ്സാഅതി മുഷ്ഫിഖൂൻ അവരാകട്ടെ അന്ത്യനാളിന്റെ കാര്യത്തിൽ ഭയഭക്തിയുള്ളവരാണ് താനും.
വഹാദാ ദിക്റുൻ മുബാറകുൻ അൻസൽനാഹു, ഈ ഖുർആൻ നാം അവതരിപ്പിച്ച അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാകുന്നു. അഫ അൻതും ലഹു മുൻകിറൂൻ, എന്നിരിക്കെ നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണോ? അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين. الذين يخشون ربهم بالغيب وهم من الساعة مشفقون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. سبحانك اللهم. السلام عليكم.